തമിഴ്നാട്ടിലും ചിങ്ങമാസം വിളവെടുപ്പിന്റെ കാലമാണ്. കൊടിയ വരൾച്ചയായതിനാൽ ഈ വർഷം വിളവെടുപ്പിൽ അല്പം താമസം നേരിട്ടിട്ടുണ്ട്. കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യമിട്ട് ദ്രുതഗതിയിൽ വിളവെടുപ്പ് നടക്കുകയാണ് തമിഴ്നാട്ടിലെ ചുരണ്ട, ആയിക്കുടി, അനന്തപുരം, സാമ്പവാർ പടക്കരൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ. അനന്തപുരത്തും ആയിക്കുടിയിലും തക്കാളി വിളവെടുപ്പ് നടക്കുകയാണിപ്പോൾ. മൊത്തക്കച്ചവടക്കാർ 3 രൂപയ്ക്ക് തക്കാളി വാങ്ങി 15 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓണം വിപണിയിലേക്ക് തക്കാളി എത്തുമ്പോൾ 45 മുതൽ 50 വരെയാണ് വില കയറാറുള്ളത്. ചുരുക്കത്തിൽ 1 കിലോ തക്കാളി 50 കിലോമീറ്റർ സഞ്ചരിച്ച് പുനലൂരിലെത്തുമ്പോൾ 42 രൂപയായി മാറുന്നു. കൂടാതെ തക്കാളി വിളവെടുക്കുന്നതിന് 2 ദിവസം മുൻപ് തന്നെ ഇവ കേടാകാതിരിക്കാനായി മാരക കീടനാശിനികൾ തളിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഓണത്തിന് റേറ്റ് ആയിരുന്നു. அப்படி பழம் ஒரு 10 கிலோ 10 ரூபா 20 ரூபாய் ஆயிரும் கூட. சரி, நல்ல பழமா வருமா? நல்ல பழமா வரும். உரம் ஏதாவது? உரம் நம்ம மற்ற സ്പ്രേ തെളിക്ക கிடையாது, ഫ്രഷാன പഴം. കിഴപ്പാവൂരിലും സാമ്പവാർ വടകരയിലും ഉള്ളിയാണ് കൃഷി. ഉള്ളി ഇത്തവണ നല്ല വിളവ് കിട്ടിയെന്നാണ് കർഷകരുടെ അഭിപ്രായം. സവാളയാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. ചെറിയ ഉള്ളി വളരെ കുറച്ചു മാത്രമാണ് കൃഷി ചെയ്യുന്നുള്ളൂ. സവാളയ്ക്ക് കിലോ 40 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. ഇത് കേരളത്തിലെ വിപണിയിലെത്തുമ്പോൾ 90 രൂപ വരെയാകുമെന്നാണ് സൂചന. നല്ല വിളവ് ലഭിച്ചെങ്കിലും ഉള്ളിക്ക് ഡിമാൻഡ് കൂട്ടാനുള്ള ശ്രമവും നടക്കുന്നതായി ആക്ഷേപമുണ്ട്. ഇതിനായി ഇവ കേടുകൂടാതെ സംഭരിച്ചു വയ്ക്കാനുള്ള ഓലപ്പുരകളും ഇവിടെ നിർമ്മിക്കുന്നു. ഇതുകൂടാതെ ഉള്ളി 2ആയി തരംതിരിച്ച് ഗുണമേന്മ കൂടുതലുള്ളതിന് കൂടുതൽ വിലയും ഈടാക്കാറുണ്ട്. தண்ணி கஷ்டத்துக்கு குடிநீரெல்லாம் இருக்கத்தான் இது வேற இப்போ குத்தாலம் சீசன் இது. வேற கிணறு வெட்டுக்கு கொடுப்பாங்களா? கிணறு வெட்டுறதுக்கு பைப்பில் கிணறு வயக்காட்டுக்கு கிணறு வீட்டுக்கு தான். ரூபாய்க்கு போட்டு 35 ரூபாய்க்கு போட்டு அவங்க 60 ரூபாய்க்கு எடுக்காங்கண்ணே. சமுதாரிகளுக்கு விலை கிடைக்க மாட்டேங்குது. ലൈവ് വാർത്ത തെന്മല.